നമസ്തേ. പ്രിയപ്പെട്ട മിത്രങ്ങൾക്കേവർക്കും ശതകോടി പ്രണാമം. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് പുണർദം എന്ന നക്ഷത്രത്തെ പറ്റിയാണ്. നിരന്തരം യൗവനത്തെയും ഓജസ്സിനെയും തേജസ്സിനെയും പ്രദാനം ചെയ്യുന്നതാണ് ഈ നക്ഷത്രം എന്ന് പറയപ്പെടുന്നു. ഈ നക്ഷത്ര ജാതറിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്നത് ഇവർ വിവേകമതികളായിരിക്കും. ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെ യഥാരീതി ഇവർ ആദരിക്കും. അതിലൂടെ സമൂഹത്തിൻ്റെ ആദരവ് ഇവരിലേക്ക് എത്തുകയും ചെയ്യും. ഗുരുജനങ്ങളെയും ആദരിക്കപ്പെടേണ്ടവരെയും കൃത്യമായ തലം മനസ്സിലാക്കി ആദരിക്കുന്നതിൽ മുൻപന്തിയിലാണ് ഈ നക്ഷത്ര ജാതർ. അതുപോലെ തന്നെ ഇവർക്കുള്ള ഒരു ദൂഷ്യം എന്നത് വരുംവരായികളെ പറ്റി ഓർക്കാതെ അനവസരത്തിൽ പറയുവാൻ പാടില്ലാത്ത പദങ്ങൾ പലപ്പോഴും പ്രയോഗിക്കും. ഇതിലൂടെ ശത്രുക്കളെ ഇവർ അനവധി സമ്പാദിക്കുകയും മറ്റുള്ളവരുടെ കോപത്തിനും വിദ്വേഷത്തിനും പാത്രീഭൂതരായി മാറുകയും ചെയ്യും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്നത് അതിഥിയാണ്. ഈ നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ടതാണ്. ഈ നക്ഷത്രം സ്ത്രീ യോനിയിൽപ്പെട്ടതും ഈ നക്ഷത്രത്തിൻ്റെ മൃഗം എന്നത് പെൺപൂച്ചയും ഈ നക്ഷത്രത്തിൻ്റെ ഭൂതം ജലവുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ പക്ഷി എന്നത് ചകോരവും വൃക്ഷം മുളയുമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വൃക്ഷത്തെയും പക്ഷിയെയും മൃഗത്തെയും എല്ലാം യഥാരീതി പരിപാലിക്കുന്നത് വളരെ ഉത്തമം തന്നെയാണ്. ഈ നക്ഷത്രജാതർ തീർച്ചയായും തങ്ങളുടെ പക്കപ്പിറന്നാളുകൾക്കും വ്യാഴാഴ്ച ദിനവും ഒത്തുചേരുന്ന അവസരങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേർന്ന് വഴിപാടുകൾ നടത്തണം. വിശിഷ്യ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു പ്രീതിയായിരിക്കണം ഇവർ നേടേണ്ടതായിട്ടുള്ളത്. അങ്ങനെ അല്പമൊന്ന് പരിശ്രമിച്ചാൽ ഇവർക്ക് നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സംഭാഷണത്തിലെ മിതത്വമാണ്. അതായിരിക്കും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് സൃഷ്ടിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. അതുപോലെ തന്നെ അധ്യാപക രംഗത്തും സാഹിത്യ രംഗത്തും തീർച്ചയായും നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. ഇനിയും ഈ നക്ഷത്രത്തിൻ്റെ പ്രീതി പരിപൂർണമായി ലഭിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായ അതിഥിയെ പ്രീതിപ്പെടുത്തുകയാണ്. അതിനേറ്റവും നല്ലത് അതിഥി പ്രീതിദായക മന്ത്രം നിരന്തരം ജപിക്കുക എന്നതാണ്. പ്രഭാതത്തിലോ സായസന്ധ്യയിലോ ഒരല്പസമയം അതിനായി മാറ്റിവെച്ചാൽ തീർച്ചയായും അതിഥിയുടെ കൃപാകടാക്ഷം ലഭിക്കും. ആ മന്ത്രം ഒന്ന് പരിചയപ്പെടുത്താം. ഓം അതിഥിയേ നമ. ഓം അതിഥിയേ നമ എന്ന ആ പരമ ഐശ്വര്യദായകമായതും സർവ സംരക്ഷണദായകവുമായ ആ മന്ത്രം ഒന്ന് ജപിച്ചാൽ ജീവിതചര്യയുടെ ഭാഗമാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഉദിച്ചുയരാൻ കഴിയും. മറ്റുള്ളവരുടെ ആദരവും ബഹുമാനവും തീർച്ചയായും നേടുവാൻ കഴിയും. നിങ്ങളുടേതായ വ്യക്തിത്വം സമൂഹത്തിൽ കാട്ടുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും കഴിവും കാര്യപ്രാപ്തിയുമുള്ളവരാണ് തങ്ങളെന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കർമ്മമേഖലയിലേക്ക് സധൈര്യം പ്രവർത്തിക്കൂ. എത്താൻ സാധ്യതയുള്ള അല്ലറ ചില്ലറ തടസ്സങ്ങളെ പ്രാർത്ഥനയിലൂടെയും സമർപ്പണത്തിലൂടെയും ഏകാഗ്രതയിലൂടെയും മറികടന്നാൽ തീർച്ചയായും ഈ ലോകം നിങ്ങളുടെ മുമ്പിലേക്കെത്തും. ലോകത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാം. അതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ ലളിതമായ കർമ്മങ്ങൾ. സർവേശ്വരനായ